ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. അല്ല, തോന്നലല്ല, ശരിയാണ്, പറഞ്ഞിട്ടുണ്ട്. കൊക്കോക്കായി മക്കൾ കഴിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂൾ വെക്കേഷൻ ടൈമിൽ വീട്ടിലേക്ക് യാത്ര പോയപ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ പോയപ്പോൾ പറമ്പത്തൂടെയൊക്കെ നടന്നപ്പോൾ കിട്ടിയ കൊക്കോക്കായി ആയിരുന്നു കുഞ്ഞുങ്ങൾ കഴിച്ചിരുന്നത്. അപ്പോൾ ആ കായുടെ കുരുക്കൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായി എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പറയാം. ആ കൊക്കോ കുരു കൊണ്ട് എന്താണ് മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ആഫ്റ്റർ റിസൾട്ട് എന്ന കാര്യമാണ് ഈ ഒരു വീഡിയോ. ഇത് പൂർണ്ണമായും ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്നെടുത്ത വീഡിയോ ആണ്. അവിടെ കൊക്കോ കായുടെ കുരുക്കൾ അല്ലെങ്കിൽ കൊക്കോ കുരുക്കൾ പ്രോസസ്സിങ്ങിൻ്റെ ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞ് ചോക്ലേറ്റ് ആകുന്നത് വരെയുള്ള വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പൂർണ്ണമായും മെഷീൻസാണ് ഘട്ടം ഘട്ടമായി ഇതിന് ചോക്ലേറ്റ് രൂപത്തിൽ എത്തിക്കുന്നത്. ക്ലീൻ ചെയ്ത് അതിനെ ഫിൽറ്റർ ചെയ്ത് ഡ്രൈ ആക്കി വറുത്തെടുത്ത ശേഷം അതിനെ പൊടിച്ചെടുത്ത് ലിക്വിഡ് പേസ്റ്റ് ആക്കി ചോക്ലേറ്റ് രൂപത്തിൽ എത്തുന്നത് വരെ മെഷീൻസാണ് ചെയ്യുന്നത്. ചോക്ലേറ്റ് മോൾഡിൽ നിന്ന് വേർപ്പെടുത്തി വെക്കുന്നത് മാത്രമാണ് അവിടുത്തെ തൊഴിലാളികൾ അല്ലെങ്കിൽ ഇവിടെ ഒരു 2-3 ചേച്ചിമാരാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിങ്ങും ഫിനിഷിങ്ങും ഒക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തതും നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നത്. ഇനി എൻ്റെ കൊക്കോ കുരുകളുടെ കാര്യം, അത് വെയിലത്തിട്ട് ഉണക്കാൻ വെച്ചു. കാരണം നല്ല മൂപ്പെത്താത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കിട്ടിയില്ല. നല്ല രീതിയിൽ ഉണങ്ങിയെങ്കിൽ മാത്രമേ വറുത്തെടുത്ത് പൊടിക്കാൻ സാധിക്കൂ. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.